ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നേഹ. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് വന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ പിന്നെ ഒരു വ്യൂ പോയിന്റ് കാണണമല്ലോ. അങ്ങനെ നേരെ പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക് വിട്ടു. അവിടെ സീതാർകുണ്ട് ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഞാൻ ഈ കയറി ചെല്ലുന്ന കാഴ്ചയിൽ എന്നെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ച കേട്ടോ. ഇവിടെ വന്ന വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ വെച്ചിരുന്നൊരു ഫീലിങ്സാണ് കേട്ടോ. എൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ തേയിലത്തോട്ടമാണ്. മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അങ്ങനെയാണ് പറയപ്പെടുന്നതും. മലനിരകളും നല്ല അടിപൊളി, എന്താ പറയുക, ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ എന്ന് വെച്ചാൽ നല്ല തണുപ്പ്. എൻ്റെ പൊന്നോ, നമ്മൾ വിറച്ച് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ വരുന്ന കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ആനക്കുട്ടികളെയൊക്കെ കാണാൻ പറ്റും, കുരങ്ങനെ കാണാൻ പറ്റും, കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്, പിന്നെ മയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കാണാൻ കൊതിച്ച ആ ഒരു വ്യൂ പോയിന്റ് ഒരു മലയുടെ എഡ്ജ് ഭാഗം കേട്ടോ. ഇവിടെ അപകട സ്ഥലമാണ് എങ്കിൽ കൂടിയും എല്ലാവരും ഈ ഒരു മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി വരും. ഇത് നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മനോഹരമായ വ്യൂ പോയിന്റ്. നോക്കിക്കേ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടും മനുഷ്യരും ഒക്കെ ഇമ്മിണി ആയിട്ട് കാണത്തില്ലേ, ആ ഒരു കാഴ്ച നോക്കിക്കേ. എന്താ അല്ലേ, ഇത് എവിടെയാണെന്ന് പോലും എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇല്ല കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വലിയൊരു കോടയൊക്കെ വരുന്നുണ്ട്, ചെറിയ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നെല്ലിമരത്തിലൊക്കെ പണ്ട് നമുക്ക് കയറി ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ട് കയറ്റി വിടത്തൊന്നുമില്ല. അപകടങ്ങൾ കൂടുതലായതുകൊണ്ടും സുരക്ഷ ആണല്ലോ പ്രധാനം. കാഴ്ചകളൊക്കെ ആണെങ്കിലും സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് നമുക്കിതാ ഇവിടെ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അപ്പോൾ കുട്ടികളും അച്ഛനമ്മമാരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും മാക്സിമം കൊണ്ടുവരാതിരിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതി രുദ്രതാണ്ഡവം ആടുന്ന ഒരാളാണ് നമ്മൾ. സ്നേഹിച്ചാൽ നമ്മളെങ്ങനെ മാടി വിളിക്കും, അതാണ് നമ്മളുടെ പ്രകൃതി. ഞാനൊരു കാഴ്ച കാണിച്ചു തരട്ടെ. താഴോട്ടൊന്ന് നോക്കിക്കേ, എൻ്റെ അമ്മോ, തമ്പുരാനെ, ഭഗവാനെ, ഇതാടാ മക്കളെ വ്യൂ പോയിന്റ്. അമ്പോ.